കാലുകൾ ചെങ്കൊടികളെ കൂടുതൽ ചുവപ്പിച്ചു. പൂഞ്ഞാറിൽ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നവരുടെ ഒക്ടോബർ 28-ന് PS അറസ്റ്റിലായി. വഴികളിലൂടെ കാലുകൾ പുറത്തേക്കിട്ട് വിലങ്ങിനെ ലാത്തി വെച്ച് കെട്ടി ലോക്കപ്പ് പൂട്ടി. കുറച്ച് പോലീസുകാർ ലോക്കപ്പിന് അകത്ത് നിന്ന് തോക്കിന്റെ വാത്തി കൊണ്ടു. പുറത്തുള്ളവർ പശു മാതാവാണത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ? ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കുന്നിടം വരെ ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുകയും അവരുടെയും എൻ്റെയും എല്ലാമുള്ള ആശയങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടരുകയും ചെയ്യും. തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. പുതിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണ് എന്റെ യൗവനം. അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അമ്പലത്തിലെല്ലാം മുമ്പ് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും തർക്കമോ വല്ല കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അതേപ്പറ്റി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഭാരവാഹികൾ ശ്രമിച്ചാൽ അവരോടൊപ്പം ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഇഷ്ടപ്പെട്ട ദൈവം ഏതാണ്? ഇഷ്ടപ്പെട്ട ദൈവവും ദേവനെയും എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇന്ന ആളെന്നൊന്നും ഇല്ല. അവരെല്ലാം ഉണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നെല്ലാം ഉള്ള സംശയങ്ങളും നാട്ടിലെല്ലാം ഉള്ളതുപോലെ എനിക്കും ഉണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ദുർബലനായിട്ടില്ല. പക്ഷെ നിസ്സഹായനായിട്ടുള്ള രംഗങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിക്ക് അനുസൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അനധികൃതമായ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാർ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധി അദ്ദേഹത്തെ ദുർബലനാക്കില്ല. അപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. പക്ഷേ ഒരു ഘട്ടം വരുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് എത്തുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സഭയ്ക്ക് പുറത്തും ഗവൺമെന്റിന് പുറത്തും തന്റെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആദർശങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ തന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ അവസരം ലഭിച്ചപ്പോൾ അതാകെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അർപ്പണബോധത്തോടെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് പറഞ്ഞ ആ വാക്ക് വളരെ പ്രധാനമാണ് കേട്ടോ. എന്റെ വാക്കിനേക്കാളും കൃത്യമായ വാക്ക്.